ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഓണമൊക്കെ ആയല്ലോ, നമ്മുടെ ഓണം സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇന്ന് ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന FHC പൊഴിയൂരിൽ ഓണം ഫംഗ്ഷനാണ്. അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. FHC പൊഴിയൂരിലെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വാക്സിനേഷന് പോകുന്നതും കഴിഞ്ഞ വർഷത്തെ ഓണം ഫംഗ്ഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്രാവശ്യത്തെ ഓണം ഫംഗ്ഷൻ വേറൊരു സ്ഥലത്ത് വേറൊരു സാഹചര്യത്തിൽ ആഘോഷിക്കേണ്ടി വരുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നതല്ല. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു ട്രാൻസ്ഫർ ഒക്കെ വന്നത്. ട്രാൻസ്ഫർ വന്ന ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഞാൻ ജി പി എന്നാണ് നമ്മൾ പറയാറ്. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഇല്ലെങ്കിലോ എന്തെങ്കിലും അവിടുത്തെ ഡോക്ടേഴ്സ് ലീവ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഡ്യൂട്ടി എടുക്കുക. അങ്ങനെ ഞാൻ പല ഹോസ്പിറ്റലിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഒരിടത്ത് ജോലിക്ക് കയറുന്നത് FHC പൊഴിയൂരിലായിരുന്നു. അവിടുത്തെ എല്ലാവരും, എല്ലാ സ്റ്റാഫും ഡോക്ടേഴ്സും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ നല്ല വൈബിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു എൻ്റെ ട്രാൻസ്ഫർ വന്നത്. അപ്പോൾ എന്തായിരുന്നാലും കുറേ മാസങ്ങൾക്ക് ശേഷം, ഏപ്രിലായിരുന്നു ട്രാൻസ്ഫർ വന്നത്, ഇപ്പോൾ ഓഗസ്റ്റ് ആയല്ലോ. അപ്പം ഏപ്രിൽ ടു ഓഗസ്റ്റ് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ട്രാൻസ്ഫറിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. എല്ലാവരെയും കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ അവിടെ പോയിട്ട് കാണാം. എൻ്റെ കൂടെ ചിക്കുവും വരുന്നുണ്ട് ഇന്ന്. ചിക്കു ഇങ്ങ് വാ. ഇന്ന് എൻ്റെ കൂടെ ചിക്കുവും വരുന്നുണ്ട്. കാരണം കാരണം എന്നെ ഒരു വർഷം അവിടെ കൊണ്ടുവിട്ട് സ്ഥിരമായിട്ട് കൊണ്ടുവിടുക, വിളിച്ചുകൊണ്ടുവരിക ജോലികളൊക്കെ ചിക്കുവാണ് ചെയ്തിരുന്നത്. നിനക്ക് അവിടെ മിസ് ചെയ്യോ? അവിടെ പോയി എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ടൊക്കെ വരണം. അപ്പോൾ 12 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് എൻ്റെ അവിടെ ഡ്യൂട്ടിക്ക് കയറാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ അവിടെ പോയിട്ട് കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരെയും കാണാനായിട്ട്. മാഡം എൻ്റെ അടുത്ത് സാരിയൊക്കെ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ സാരി കൊടുക്കാമെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ മൺഡേ ആണ് എനിക്ക് അവിടുത്തെ ഓണം ഫംഗ്ഷൻ വരുന്നത്. അപ്പം എനിക്ക് മറ്റേ കേരള സാരി ഇല്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം എന്തായിരുന്നാലും നമ്മൾ വർഷത്തിൽ ഒരു തവണ അത് കൊടുക്കാൻ പോകണുള്ളൂ. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നത് ഞാൻ അമ്മയുടെ സാരിയാണെന്ന് തോന്നുന്നു എടുത്തത്. ഇത്തവണ അമ്മ കൊടുത്ത സാരിയാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ പ്ലീറ്റൊക്കെ ഞാൻ എടുക്കാതെ അതിങ്ങനെ പിൻ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കൊടുത്ത് പിന്നെ മൺഡേ അവിടെയും കൂടെ കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ചുരിദാർ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇത് കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് കയറണമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ചുരിദാർ ഇട്ടത്. എൻ്റെ അങ്ങനെയാണ് ഈ ഒരു ചുരിദാർ ഇട്ടത്. ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ അജിയോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പക്ഷെ എനിക്ക് വാങ്ങിച്ചു തന്നത് അമ്മയാണ്. ചിക്കുവിൻ്റെ അമ്മ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങി തന്ന ഒരു കുർത്ത സെറ്റാണ് ഈ ഒരു സെറ്റ്. ഞാൻ ഇതുവരെ ഇത് ഇട്ടിട്ടില്ല. നമ്മുടെ ഒരു കസിൻ്റെ കല്യാണം അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോൾ ഇടാമെന്നുള്ള പ്ലാനിലായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഇന്നിപ്പം ഇടാമെന്ന് വിചാരിച്ചു. കാരണം അല്ലാതെ എനിക്ക് ഒരു ഇതാകുമ്പം ഒരു കേരള ലുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇട്ടതാണ്. ഇത് ഈ ഒരു വഴികളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യും. ചിക്കുവിനാണെങ്കിൽ ഒരു സ്ഥലത്തൂടെ നമ്മളിങ്ങനെ സ്ഥിരം പോയി വന്ന് പിന്നെ ആ ഒരു സ്ഥലമായിട്ട് പരിചയമായി കഴിയുമ്പം അവിടെ കൂടെ പിന്നെയും ട്രാവൽ ചെയ്യാതാകുമ്പം മിസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് ഒരു വർഷം സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടിരുന്ന റോഡാണിത്. ഇന്ന് കുറച്ച് മഴയൊക്കെ ഉള്ള ദിവസമാണ്, നല്ല മഴക്കാറുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ബീച്ചൊക്കെ വരുന്നത്. നമ്മളിപ്പോ എത്ര നാളാവും ഇവിടെ കൂടെ വരാതിരിക്കാൻ തുടങ്ങി? നമ്മള് മാർച്ച് ലാസ്റ്റ് ആണ് ഇതിലെ പോയത്. April 2 തന്നെ അങ്ങോട്ടാക്കിയല്ലോ. എനിക്ക് ഫസ്റ്റ് ട്രാൻസ്ഫർ വന്ന CSC പോവാറിലായിരുന്നു. അവിടെ ഞാൻ ഒരു 3 months വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് ഇപ്പം കറന്റ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് വന്നത്. ഇതിന്റെ അടുത്തായിട്ടൊക്കെയാണ് നമ്മുടെ യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ചട്ടമ്പീസിന്റെ വീട്. ചട്ടമ്പീസിന്റെ പാരന്റ്സിലെ 1-2 പേരൊക്കെ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് വരുമായിരുന്നു. അപ്പം പക്ഷെ എനിക്ക് ആ സമയത്ത് അത്രയും പരിചയമില്ല. നമ്മളങ്ങനെ വീഡിയോസ് ഒന്നും കാണൂലായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ കണ്ട് ശീലമാണ്. ഈ ഒരു സമയത്താണ് ഞാൻ അവരെ കണ്ടിരുന്നെങ്കിൽ അവരുടെ അടുത്ത് പോയി ഫോട്ടോസ് ഒക്കെ എടുക്കുമായിരുന്നു തോന്നുന്നു. പിന്നെ ആ സമയത്ത് അവിടെ OP നല്ല തിരക്കായിരിക്കും. നമുക്ക് അവിടെ നനങ്ങാൻ പോലും പറ്റാത്ത സമയമായിരിക്കും. ഇപ്പോഴും നല്ല തിരക്കുണ്ടാവും. പിന്നെ കഴിഞ്ഞ ഓണം ഫംഗ്ഷന് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നല്ലോ. വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പൊ എനിക്ക് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണ ഞാൻ ഫ്രീ ആയിരിക്കും, കാരണം എനിക്ക് ഇവിടെ ഡ്യൂട്ടി ഇല്ലല്ലോ. ഈ റോഡ് ഫുൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അതിപ്പോ അടിപൊളിയാക്കിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം ഫുൾ കുഴി, മഴ വീണ സമയത്ത് ഭയങ്കര ചെളിയൊക്കെ ആയിരിക്കും. നിങ്ങൾ മുന്നേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും ഈ ഒരു റോഡിന്റെ അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്.
ഇതാ ഒരു 4 മാസത്തിന് ശേഷം ഞാൻ ഈ റോഡിൽ കൂടെ ഒക്കെ പിന്നെയും പോവാണ്. ഇവിടെയൊക്കെ നല്ല രസമായിട്ടുണ്ട്. അകത്തെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ജോസണ്ണനൊക്കെ നിക്കുന്നുണ്ട് അവിടെ. അത്തപ്പൂ പരിപാടി എല്ലാവരും സാരിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ആശാ വർക്കർമാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത്തപ്പൂവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഹായ്. അവര് രാവിലെ സ്വീകാരം ചെയ്തിട്ട് ഹായ്. സുഖം സുഖം. നിങ്ങള് സെയിം യൂണിഫോം ഒക്കെ എടുത്താ? ജോസാണ് യൂണിഫോം ഒക്കെ ഇട്ടാണല്ലോ. അറിയിച്ച് എല്ലാരും ഒരുപോലെ എടുത്താ? എല്ലാരും എന്തൊരു ഒട്ടുകൊള്ളതില്ലല്ലേ? കൊള്ളാം സുന്ദരനായിട്ട്. വെറുതെ പറയണത് കൊള്ളാമെന്ന്. കൊള്ളാം ജോസാണ്. അടിപൊളി ആശുപത്രി അത് തന്നെ അറിഞ്ഞ ഇപ്പോഴെവിടെ? നല്ല സുന്ദരിയായിരിക്കും. അന്നത്തെ അന്നാണ് അവിടെ വെച്ചുകൂടി തലവഴി മുട്ടാക്കൊക്കെ എനിക്ക് ആദ്യം മനസ്സിലായത്. നമ്മുടെ ഒരു അമ്മേരെ മക്കളെ പോലെ സ്നേഹം ഉണ്ടല്ലോ. ഡോക്ടർക്കാരെ വീട്ടിലെ ആശുപത്രി നമ്മൾ വെളിയിൽ വെച്ച് കണ്ടപ്പോ നമ്മളെ കയ്യെ പിടിച്ചൊരു സ്നേഹം. വഴി വരാൻ നല്ല ഇഷ്ടമാണ്. കിട്ടിയില്ല നന്നാ മാറ്റിയില്ല. ഈ വീഡിയോയിൽ ഓരോ പോർഷൻസും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ എല്ലാവരുമായിട്ട് എത്രയും ക്ലോസ് ആയിരുന്നു എന്നുള്ളത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ട്രാൻസ്ഫർ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞിപ്പം കുഴപ്പമില്ല, ഓക്കെ വരുന്നു. ആദർശം നമ്മൾ നോക്കിയായിരിക്കും നടക്കുന്നത്. കഴിഞ്ഞ വർഷവും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നേരത്തെ പോകണമെന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനും ചിക്കും ഫുഡ് കഴിക്കാൻ പോയി. ബാക്കിയുള്ളവരൊക്കെ പിന്നെയാണ് കഴിക്കാൻ വന്നത്. വീഡിയോ എടുത്തോട്ടെ. ഞങ്ങൾക്ക് വേണ്ടി സദ്യ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. സദ്യ വിളമ്പുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ താഴോട്ട് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചു. എപ്പോഴത്തേയും പോലെ ട്രിവാൻഡ്രം സദ്യ എപ്പോഴും അടിപൊളിയാണല്ലോ. ഈ സദ്യ അടിപൊളി തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനായിരുന്നു ആ സമയം ആഫ്റ്റർനൂൺ ഡ്യൂട്ടി. കഴിഞ്ഞ വർഷത്തെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. കാണാത്തവരെന്തായിരുന്നാലും പോയി കാണുക. ഞാനിവിടെ ജോലി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഓണം ഫംഗ്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുവാണ്. ബൈ ബൈ. അവര് ബൈ പറ.
എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ജെയിൻ സാറിനെ കണ്ടിരുന്നു. സാറിൻ്റെ അടുത്ത് പക്ഷേ സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ വേഗം ഇറങ്ങി. ഇനി നേരെ എൻ്റെ ഡ്യൂട്ടി സ്ഥലത്തോട്ടാണ്. ഏകദേശം സമയം ആവാറായി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ബാക്കി എല്ലാവരും സദ്യയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഡോക്ടേഴ്സിൽ ഞാനാണ് ആദ്യം കഴിച്ചത്. ഇനി അശ്വതി മാഡം, ആദർശ, ബിനി മാഡം ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സീറ്റ് എല്ലാം അവർ സെറ്റ് ചെയ്ത് തന്നതാണ്. എനിക്കിനി ഡ്യൂട്ടിക്ക് കയറണമല്ലോ. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം ഏകദേശം ആകാറായി. അപ്പം ബാക്കി തിരുവാതിര, പിന്നെ നമ്മുടെ അത്തപ്പൂവിന്റെ അവിടെ നിന്ന് വിളക്ക് തെളിയിച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനിയാണ് നടക്കാൻ പോകുന്നത്. ഞാനുള്ളത് കൊണ്ട് ഫസ്റ്റ് സദ്യ കൊടുത്തതാണെന്ന് തോന്നുന്നു. അപ്പൊ ഇനി ആ പരിപാടിയുടെയൊക്കെ എനിക്ക് വീഡിയോ ആദർശെടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ ആദർശ് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പൊ നമ്മുടെ ഓണം വ്ളോഗ് സീരീസിലെ ആദ്യത്തെ വ്ളോഗാണിത്, നമ്മുടെ പൊഴിയിലെ ഓണം സെലിബ്രേഷൻ വ്ളോഗ്. അപ്പൊ ഇനി അങ്ങോട്ട് 2-3 ഓണം സെലിബ്രേഷന്റെ വ്ളോഗ്സ് ഒക്കെ ആയിരിക്കും വേണം. എന്റെ സെന്ററിലെ ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ബൈ ബൈ.